വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളിൽ പല സൂറത്തും നമ്മൾ എല്ലാ ദിവസവും ആവർത്തിച്ച് ഓതുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, സൂറത്ത് യാസീൻ ഒക്കെ ഓതാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സ്ഥിരമായി ഓതുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. പലരും അതിങ്ങനെ ഓതുന്നുണ്ട്. പല ഉസ്താദുമാർ പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ സൂറത്ത് ഓതിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഖൈറുണ്ടാവാൻ ഈ സൂറത്ത് ഓതിക്കോ, അങ്ങനെയൊക്കെ ഒരു ചില നേട്ടങ്ങൾ അറിയാം. പക്ഷേ നിങ്ങളറിയാത്ത സൂറത്തുൽ ഫത്ഹിൻ്റെ 11 നേട്ടങ്ങൾ, 11 വമ്പൻ പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് കാത്തിരിക്കുന്നു ഈ സൂറത്ത് ഓതിയാൽ. ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന 11 വമ്പൻ പ്രതിഫലം എണ്ണി നമുക്കൊന്ന് കേട്ടാലോ? ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ, സൂറത്തുൽ ഫത്ഹ് ഓതാത്തവരാണ് നിങ്ങളെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ സൂറത്തുൽ ഫത്ഹ് ഓതി തുടങ്ങും. സൂറത്തുൽ ഫത്ഹ് ഓതുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പിന്നെ മുടക്കൂല. കാരണം അത്രമാത്രം വമ്പൻ നേട്ടങ്ങളാണ്, വലിയ പ്രതിഫലങ്ങളാണ് സൂറത്തുൽ ഫത്ഹ് എന്ന ഈ 29 ആയത്ത് മാത്രമുള്ള ഈ സൂറത്ത് ഓതുന്നവരെ കാത്തിരിക്കുന്നത്. റബ്ബേ, ഞങ്ങൾക്ക് ഈ സൂറത്ത് ഓതാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്, ആമീൻ. ഒരാള് സൂറത്തുൽ ഫത്ഹ് ഓതി, എന്നിട്ട് അതിൻ്റെ കൂടെ ഇനി പറയാൻ പോകുന്ന ഒരു ചെറിയ ഇസ്മും കൂടി പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്താൽ അവനിക്ക് എന്താ സംഭവിക്കുന്നത്? ഈ വീഡിയോയുടെ അവസാനം ആ കാര്യം പറയുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കണേ. ഇതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. പരിപാവനമായ പരിശുദ്ധമായ ഓരോ ദിവസങ്ങൾ, ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന നിരവധി അമലുകളുണ്ട്. എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് പേരാണ് ഉസ്താദേ ദുആ രക്കണേ, ഒരുപാട് വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞവർ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന, നമ്മൾ ഇന്ന് പറയുന്ന സൂറത്തുൽ ഫത്ഹ്, ആ സൂറത്തുൽ ഫത്ഹിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതം, ഈ ദുന്യവിയായ നാളത്തെ ഉഖറവിയായ ആഖിറത്തിലെ ജീവിതമൊക്കെ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഓതിയിട്ടുണ്ടാകും അല്ലേ? ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഓതിയിട്ടുണ്ടാകുമല്ലോ. ഏത്? സൂറത്തുൽ ഫത്ഹ്. ഇല്ലെങ്കിൽ, ഓതിയിട്ടില്ല എങ്കിൽ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ നേട്ടങ്ങൾ കേട്ടാൽ നിങ്ങൾ ഇന്ന് തന്നെ ഓതും, ഇന്ന് തന്നെ നിങ്ങൾ ഓതി തുടങ്ങും. എന്ത്? ഓതുന്നില്ല എങ്കിൽ സൂറത്തുൽ ഫത്ഹ്. സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് ഓത്തു മുടക്കൂല. അത്രമാത്രം നേട്ടങ്ങളാണ്. നമ്മളൊക്കെ പലപ്പോഴും ഓതി അശ്രദ്ധയോടുകൂടി ഓതി കളയുന്ന സൂറത്തുൽ ഫത്ഹ്. അതിൻ്റെ പേര് തന്നെ ഫത്ഹ് എന്ന് പറഞ്ഞ വിജയം എന്നാണ്. വിജയം കിട്ടുന്ന സൂറത്താണ്, നമ്മളെ വിജയിപ്പിക്കുന്ന സൂറത്താണ്. അത്രമാത്രം എന്താ പറയുക, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു സൂറത്താണ്. ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ കൂട്ടത്തിൽ എപ്പോഴും കൂടെ കൂട്ടാൻ പറ്റിയ, അവൻ്റെ ഒരു കൂട്ടുകാരനാക്കാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. കേട്ടോ, സൂറത്തുൽ ഫത്ഹ് നമ്മളൊക്കെ ഓതുന്നവരാണ്. പക്ഷേ പലപ്പോഴും ആളുകൾ പറയുന്നു, ഉസ്താദ് ഞങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ സൂറത്തുൽ ഫത്ഹ് ഒക്കെ, നിങ്ങളിപ്പോൾ ഒരാൾ വിളിച്ച്, ഒരു സഹോദരൻ വിളിച്ചിരുന്നു, ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദ് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു സൂറത്തുൽ ഫത്ഹ് ഒരു 11 ദിവസം ഓതിയിട്ട് ദ്വാരക്കും. അതെല്ലാ ദിവസവും ഓതാറുണ്ട് ഉസ്താദ്, അതൊന്നും വലിയ നേട്ടമില്ലെന്ന്. എന്താ പറഞ്ഞേ? അതെല്ലാ ദിവസവും ഓതാറുണ്ട് ഉസ്താദെ, അതുകൊണ്ട് വലിയ നേട്ടം കിട്ടുന്നില്ലെന്ന്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയരുത് ഒരിക്കലും. കാരണം ആ സൂറത്ത് നമ്മൾ ഓതുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് ഓതിയിട്ട് നേട്ടം കിട്ടുന്നില്ലെങ്കിൽ അത് സൂറത്തിൻ്റെ കുഴപ്പമല്ല, അത് നമുക്ക് ഇറക്കി തന്ന പടച്ചോൻ്റെ കുഴപ്പമില്ല, അത് നമുക്ക് ഓതി തന്ന മുത്തു റസൂലിൻ്റെ കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ കുഴപ്പം തന്നെയാണ്. കാരണം ഇത് ഓതിയാൽ നേട്ടം കിട്ടുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത്, നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഒരിക്കലും അത് കളവല്ല. അപ്പം അതുകൊണ്ട് ഇത് ഓതിയിട്ട് നേട്ടം കിട്ടുന്നില്ലെങ്കിൽ അത് ഓതിയ നമ്മുടെ കുഴപ്പമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് കുഴപ്പങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. പരിശുദ്ധമായ ഖുർആനിലെ 48ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. വലിയ സൂറത്തല്ല, എന്നാൽ ചെറിയ സൂറത്ത് പോലെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന സൂറത്ത്. 29 ആയത്ത് മാത്രമുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ 53ാമത്തെ വയസ്സിൽ ഹിജ്റ വന്ന് മദീനയിലെത്തി. ആ മദീനയിൽ വെച്ച് നബിതങ്ങൾക്ക് ഇറക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഇനി പറയുന്ന കാര്യങ്ങൾ, ഈ സൂറത്തുൽ ഫത്ഹിൻ്റെ തഫ്സീർ ഉണ്ട്. തഫ്സീർ റാസി, തഫ്സീർ ഖുർത്തുബി, തഫ്സീർ ബൈലാവി, തഫ്സീർ റൂഹുൽ ബയാൻ. ഇതിൽ നിന്നൊക്കെ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ് ഈ സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ മുത്തു മുഅ്മിനീങ്ങൾക്ക് ഞാൻ ഉണർത്തി തരുന്നത്. സൂറത്തുൽ ഫത്ഹ് ഇൻഷാ അല്ലാഹ് ഈ മാസം വിട പറയും മുമ്പ്, ഈ മാസം നമുക്ക് കഴിഞ്ഞു കിടക്കും മുമ്പ് പറ്റുമെങ്കിൽ 11 ദിവസം
11 ദിവസം തുടർച്ചയായി സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ ഓതാൻ തയ്യാറാണോ എങ്കിൽ 11 വമ്പൻ നേട്ടങ്ങളാണ് ഓരോ ഉമ്മമാരെയും കാത്തിരിക്കുന്നത്. ആ സൂറത്തുൽ ഫത്ഹിന്റെ തുടക്കം തന്നെ അല്ലാഹു തആല പറയുന്നത് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കാണ്, നമ്മുടെ മുത്തായ റസൂലിനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ്, നബി തങ്ങൾക്ക് വലിയ സ്വാന്തനം നൽകുന്ന വാക്കാണ് അല്ലാഹു തആല ഈ സൂറത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നത്. മുത്ത് നബിയേ, നിങ്ങൾക്ക് നാം പ്രത്യക്ഷമായ ഒരു വിജയം നൽകിയിരിക്കുന്നു നബിയേ, നിങ്ങൾക്ക് വ്യക്തമായ ഒരു വിജയം ഞാനിതാ താങ്കൾക്ക് നൽകിയിരിക്കുകയാണ്. അതായത് നബിതങ്ങളെ ആശ്വസിപ്പിക്കുന്ന ചില വാക്കുകൾ, നബിയെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ. അത് ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്തിൽ ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതം മുസ്തഖീമാ. അല്ലാഹു തആല മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് കാര്യം പറഞ്ഞാണ് ആശ്വസിപ്പിക്കുന്നത്, ഏത് കാര്യം പറഞ്ഞാണ് സന്തോഷിപ്പിക്കുന്നത്, ഏത് കാര്യം പറഞ്ഞാണ് സ്വാന്തനപ്പെടുത്തുന്നത്? അല്ലാഹു തആല പറയുന്നു മൂന്ന് കാര്യങ്ങൾ നബിയെ താങ്കൾക്ക് ഞാൻ വ്യക്തമാക്കി താങ്കൾക്ക് തന്നിരിക്കുന്നു. ഒന്ന്, ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയെ, താങ്കളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം ഞാൻ വിട്ടുപുറത്തു മാപ്പ് നൽകി നബിയെ. സൂറത്തുൽ ഫത്ഹിന്റെ രണ്ടാമത്തെ ആയത്താൻ നബി തങ്ങൾ ആശ്വസിപ്പിക്കുന്നു, താങ്കളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം ഞാൻ പുറത്തു തന്നു. നബിയെ സന്തോഷിപ്പിക്കുകയാണ് അല്ലാഹു തആല. എന്നിട്ടോ വയുതിമ്മ നിഅമതഹു അലൈക, അള്ളാഹുവിൻ്റെ നബിയെ താങ്കൾക്ക് ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. താങ്കൾക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നിരിക്കുന്നു. അതായത് ഹൗദുൽ കൗസർ, ലിവാ ഉൽ ഹംദ്, സ്വർഗത്തിൻ്റെ ഉദ്ഘാടകൻ, അല്ലെ, എൻ്റെ ഹബീബ്, ലോകം പടക്കാൻ കാരണക്കാരൻ, ലോകത്തിലെ പ്രവാചകന്മാരുടെ നേതാവ്, ലോക മുഅ്മിനീങ്ങളുടെ നേതാവ്, എല്ലാവർക്കും കാരണം, ഇതുപോലെ തുടങ്ങിയ ഒരുപാട് നിഅമത്തുകളൊക്കെ അല്ലാഹു തആല മുഴുവനായും താങ്കൾക്ക് തന്നിരിക്കുകയാണ്. പിന്നെയോ വയഹദിയക സിറാതം മുസ്തഖീമാ, നബിയെ താങ്കൾ ഉള്ളത് നേരായ പാതയിലാണ്, താങ്കളുള്ള നേരായ പാതയിലാണ്. ഈ മൂന്ന് വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല രണ്ടാമത്തെ സൂറത്തുൽ ഫത്ഹിന്റെ ആയത്തിൽ ഇങ്ങനെ എടുത്തു പറയുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്താണ്? ഒന്നാമത്തെ നേട്ടം അത് അല്ലാഹു തആല, അല്ലാഹുവിൻ്റെ തൃപ്തി നമുക്കുണ്ടാകുമെന്നാണ്. അല്ലാഹുവിൻ്റെ തൃപ്തിയും അല്ലാഹുവിൻ്റെ പൊരുത്തവും അല്ലാഹുവിൻ്റെ ഇഷ്ടവും കിട്ടും. എന്തിന്? ഈ സൂറത്ത് സ്ഥിരമായി ഓതിയാൽ. ഈ സൂറത്ത് സ്ഥിരമായി ഓതി, ഒന്നുകിൽ ഇശാ നമസ്കാരത്തിന് ശേഷമോ, അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ, അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷമോ, നമുക്ക് പറ്റുന്ന സമയത്ത്, ചിലപ്പോൾ ഇനി സുബഹി നമസ്കാരം കഴിഞ്ഞ് ഓതാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഓതാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ മഗ്രിബ് കഴിഞ്ഞ് ഓതാൻ പറ്റിയില്ലെങ്കിൽ ദുഹർ കഴിഞ്ഞ് ഓതാം, അസ്ർ നമസ്കാരം കഴിഞ്ഞ് ഓതാം. എപ്പോഴാണോ നമുക്ക് പറ്റുന്നത് ആ സമയത്ത് നമുക്കിത് ഓതാം. അത് ഓതിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ നേട്ടം അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടും. രണ്ടാമത്തെ നേട്ടം അള്ളാഹുവിൻ്റെ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയും അവിടുത്തെ പൊരുത്തവും അവിടുത്തെ ഇഷ്ടവും ഈ ഓതുന്ന നമുക്ക് കിട്ടും. അള്ളാഹുവെ പടച്ചോനെ, നിന്റെ പൊരുത്തവും നിന്റെ മുത്ത് റസൂലിൻ്റെ പൊരുത്തവും നിന്റെ ഇഷ്ടവും മുത്ത് റസൂലിൻ്റെ ഇഷ്ടവും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ, ആമീൻ. വെറുതെ ദുആ ചെയ്തിട്ട് കാര്യം മാത്രമില്ല, നമ്മൾ ഈ സൂറത്തുൽ ഫത്ഹ് ഓതാൻ തയ്യാറാവുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ഓതാത്തവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങിക്കോ. ഇത് ഓതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കരുത്, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തോ, അത് തുടർച്ചയായി അങ്ങോട്ട് ഓദിക്കോ. വലിയ നേട്ടമാണ്. ഇനിയോ മൂന്നാമതായി ഈ സൂറത്തിൻ്റെ തഫ്സീറിൽ കാണാൻ പറ്റും എന്ത്? നാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്ത് റസൂൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മുത്തായ ഹബീബിൻ്റെ ചാര ചെന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ നമ്മൾ എന്ത് ചെയ്തു? നബിയെ ആശ്വസിപ്പിച്ച പ്രതിഫലം, അള്ളാഹുവിൻ്റെ ഹബീബിനെ നമ്മൾ സന്തോഷിപ്പിച്ച നമ്മുടെ വാക്കുകൾ കൊണ്ട് മുത്ത് റസൂൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ പ്രതിഫലം നമുക്കുണ്ട്. നബിതങ്ങൾ നമ്മൾ അടുത്തിരിക്കുന്നു, നമ്മൾ നബിയുടെ അടുക്കൽ വന്നിട്ട് നബിയെ, നബിതങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ സന്തോഷിപ്പിക്കുന്നു നമ്മുടെ വാക്കുകൾ കൊണ്ട്. എത്രമാത്രം പുണ്യമാണത്! ആ പുണ്യം നമുക്ക് കിട്ടുമെന്നാണ് ഈ സൂറത്ത് ഓതിയാൽ. കാരണം ഇതിൻ്റെ തുടക്കം തന്നെ പറയുന്നത് എന്താ? മൂന്ന് വ്യക്തമായ അല്ലാഹു തആല മുത്ത് റസൂലിനെ കൊടുത്തിട്ടുള്ള വലിയ അനുഗ്രഹങ്ങൾ എടുത്ത് നബിയെ നമ്മളിങ്ങനെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു കൂലി നമുക്ക് കിട്ടുമെന്ന് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്.
നബി തങ്ങളെ ആശ്വസിപ്പിക്കുന്ന, നബിയെ സന്തോഷിപ്പിക്കുന്ന ഒരു കൂലി അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഈ സൂറത്ത് ഓതിയാൽ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, മുത്തു മുഅ്മിനീങ്ങളെ, സൂറത്ത് വെറുതെ ആക്കല്ലേ. നാലാമതായി ഞാൻ പറയട്ടെ, ഈ സൂറത്ത് പല ആളുകളും പറയുന്നത് പോലെ ഞങ്ങളിത് ഓതുന്നുണ്ട് ഉസ്താദ്, പക്ഷെ ഒരു നേട്ടവും ഇല്ലല്ലോ, ഞങ്ങളിത് ചിലപ്പോൾ കടങ്ങൾ മാറാനും ഒക്കെ ആയിട്ട് ഓതുന്നുണ്ട്, പക്ഷെ ഒന്നും കടമൊന്നും മാറുന്നില്ല. പക്ഷെ ഓതുന്ന നമ്മുടെ കുഴപ്പം. നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓതുമ്പോൾ ചില കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഖിബിലക്ക് മുന്നിട്ട് ഇരിക്കുക. ഇത് ഖുർആൻ ഓതുന്ന സമയത്ത് എങ്ങനെയായിരിക്കുന്നത്? ഖിബിലക്ക് മുന്നിട്ട്, നിർബന്ധമായ കാര്യമല്ല, പക്ഷെ അദബാണ്, മര്യാദയാണ്, സുന്നത്താണ്. ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക, നല്ല രൂപത്തിൽ വുദുവെടുക്കുക. അതായത് മൊബൈലിൽ നോക്കിയല്ല ഓതേണ്ടത്, ഖുർആനിൽ തന്നെ. ഖുർആൻ എടുക്കണമെങ്കിൽ ഏതായാലും വുദു വേണമല്ലോ. ഖുർആൻ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് വളരെ ഭവ്യതയോടുകൂടി സൂറത്തുൽ ഫത്ഹ് എന്ന എൻ്റെ ഉമ്മച്ചിമാരെ, എൻ്റെ വാപ്പിച്ചിമാരെ നമ്മളൊന്ന് ഓതി നോക്കിക്കേ. സൂറത്തുൽ ഫത്ഹ് ഖിബിലക്ക് മുന്നിട്ട് നല്ല വുദുവോടുകൂടി ഖുർആൻ നോക്കിയിട്ട് ഔറത്തൊക്കെ മറച്ച്, തലമറച്ച്, മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടില്ല. സ്ത്രീകൾ മുടി പുറത്തേക്ക് കാണാതെ, പുരുഷന്മാരാണെങ്കിൽ തലമറച്ച് സുന്നത്താണ്. തലമറച്ചോതുക, തലമറക്കുക. ഇന്ന് തലമറക്കൽ അത് ഔട്ട് ഓഫ് ഫാഷനായി അല്ലേ? തലമറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേട്. തൊപ്പി വെക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നാണക്കേടാണ്. അങ്ങനെയല്ല, തലമറച്ചിട്ട് ഓതുക. മറ്റ് സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക അല്ലേ? ഒരാൾ വന്നാൽ തന്നെ നമ്മളത് എന്ത് ചെയ്യുക? ഇനിയിപ്പോൾ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കരുത്. ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് എങ്കിലും എന്ത് ചെയ്യുക? ആ ഖുർആൻ ഇങ്ങനെ നമ്മുടെ മടക്കുക, ഖുർആൻ ഇങ്ങനെ മടക്കി വെക്കുക, എന്നിട്ട് അയാളോട് സംസാരിക്കുക. വീണ്ടും നമ്മളിങ്ങനെ തുറന്നിട്ട് ബാക്കി ഓതലല്ല, മറിച്ച് അഊദും ബിസ്മിയും ഓതിയിട്ട് നമ്മൾ ഓതുക. ഇത് ഓതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നല്ല മനസാന്നിധ്യത്തോടെ അർത്ഥം മനസ്സിലാക്കി ഓതാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. കാരണം നമ്മളൊക്കെ മലയാളികളാണ്, നമ്മൾ ഇതിൻ്റെ അർത്ഥമൊന്നും കൂടുതലായി പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അത് ആശ്വസിപ്പിക്കുന്ന വാക്ക്, നബിയെ സന്തോഷിപ്പിക്കുന്ന ഒരു സൂറത്താണ്. ഇത് അള്ളാഹുവിൻ്റെ വലിയ സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെ പറ്റിയൊക്കെ പറയുന്നൊരു സൂറത്താണ്. ഇത് അള്ളാഹുവിനെ പറ്റി പറയുന്ന സൂറത്താണ്. ഇത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ പറ്റി പറയുന്ന സൂറത്താണെന്ന് മനസ്സിലാക്കി നല്ല മനസാന്നിധ്യത്തോടെ ഓതുക. എങ്കിൽ ഇൻഷാ അള്ളാഹ് ഇങ്ങനെ ഓതിയാൽ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ഫത്ഹ് ഉണ്ടാകും. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം. കച്ചവടത്തിൽ വിജയമുണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയമുണ്ടാകും. അതായത് ഭാര്യ ഓതുക, ഭർത്താവ് ഓതുക, മക്കൾ ഓതുക, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. ആരോഗ്യം കിട്ടാൻ ഓതുക. ഇത് ഓതിയാൽ ആരോഗ്യത്തിൽ ഫത്ഹ് ഉണ്ടാകും, വിജയമുണ്ടാകും. ഇടപെടലുകൾ, നമ്മുടെ ദുന്യാവ്, നമ്മുടെ ആഖിറം, അല്ലെ നമ്മുടെ ഖബർ. അതുപോലെ ഒരുപാട് പേര് കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട്, കള്ളക്കേസും അതല്ലാത്ത കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഫത്ഹ് ആവാൻ, അതിൽ നിന്നെല്ലാം സലാമത്താവാൻ ഈ സൂറത്തുൽ ഫത്ഹ് ഓതിക്കോ. ഇനിയോ അഞ്ചാമതായി ഇതിൻ്റെ നേട്ടം പറയുന്നത് ആവശ്യ പൂർത്തീകരണം, ഖളാഉൽ ഹാജത്ത്. ഉസ്താദേ ഹജ്ജിന് പോവാൻ ആഗ്രഹമുണ്ട്, ഉസ്താദേ ഉംറക്ക് പോവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പൈസയില്ല. പലരും പറയുന്നു പൈസയില്ല. എടോ, പൈസയൊക്കെ അള്ളല്ല തരുന്നത്. നമുക്ക് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ടോ, സൂറത്തുൽ ഫത്ഹ് ഓതുന്നുണ്ടോ, എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മക്കത്തെത്തും, മദീനത്തെത്തും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉസ്താദെ ഹജ്ജിന് പോവാൻ ഈ വർഷം കൊടുത്തിട്ടുണ്ട്, അത് ഹൈറായി കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആരക്കണേ. പറഞ്ഞ പലരോടും ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഫത്ഹ് ഓതി തുടങ്ങിക്കോ, ഇൻഷാ അല്ലാഹ് ഈ വർഷം ഹജ്ജിന് പോവാം. അപ്പോൾ സൂറത്തുൽ ഫത്ഹ്, ഹജ്ജിന് പോകണം, എനിക്ക് ഉംറക്ക് പോകണം, എനിക്ക് നല്ല ജോലി കിട്ടണം, എനിക്ക് നല്ലൊരു വീടുണ്ടാവണം, എനിക്ക് നല്ല മക്കളുണ്ടാവണം, ഉള്ള മക്കൾ നന്നാവണം, അതുപോലെ തന്നെ നല്ല വരുമാനമുണ്ടാവണം, നല്ല വാഹനം എനിക്കെടുക്കണം, എൻ്റെ പരീക്ഷ ജയിക്കണം, എൻ്റെ ഇൻ്റർവ്യൂ പാസ്സാവണം, അതുപോലെ എനിക്ക് PSC ടെസ്റ്റ് ജയിക്കണം. ഇങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ മുൻനിർത്തിയിട്ട് 3 ദിവസം തുടർച്ചയായിട്ട് ഓതാം. പല മഹത്തുക്കളും പല എണ്ണം അതത് പറയുന്നുണ്ട്. 3, 5, 7, 9, 11, 13, 15, 17, 19, 21 അല്ലെങ്കിൽ 41. ഈ ദിവസങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ ഈ എണ്ണം പറഞ്ഞത് ദിവസങ്ങളുടെ എണ്ണമാണ്. ഒന്നുകിൽ 3 ദിവസം, അതായത് 3 ദിവസം തുടർച്ചയായിട്ട് നല്ല മനസാന്നിധ്യത്തോട് ഓതുക. എന്നിട്ട് ഒരു ഫത്ഹ് ആയില്ലെങ്കിൽ 5 ദിവസം ഓതുക, അല്ലെങ്കിൽ 9 ദിവസം. ഒരു ഇടത്തരം നിൽക്കുന്നത് 11 ദിവസമാണ്. 11 ദിവസം അല്ലെങ്കിൽ 21 ദിവസം നമ്മൾ എന്ത് ചെയ്യുക? നല്ല മനസാന്നിധ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഈ സൂറത്തുൽ ഫത്ഹ് ഓതുക. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മുറാദുണ്ട് അത് ഹാസിലായി കിട്ടാൻ. 3 ദിവസം ഓതിയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ അർത്ഥം?
നമുക്ക് അത് അടുത്തടുത്ത് വരുന്നുണ്ട്, ഇനിയും ഓതിക്കോ. അങ്ങനെയാണെങ്കിൽ 5 ദിവസം ഓതുക. 5 ദിവസം ഓതിയിട്ട് നമുക്കൊന്നും ആയിട്ടില്ലെങ്കിൽ 7 ദിവസം ഓതുക. 7 ദിവസം ആയിട്ടില്ലെങ്കിൽ നമ്മൾ 9 ദിവസം, 9 ദിവസം ആയിട്ടില്ലെങ്കിൽ 11. ഇൻഷാ അല്ലാഹ് കൂടിയത് 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഓതിക്കോ. നമ്മുടെ മനസ്സിൽ ആ ഒരു മുറാദ് മനസ്സിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇത് നിർവഹിച്ച് കിട്ടണം, ഇത് ഖൈറായി കിട്ടണമെന്ന് മനസ്സിൽ കരുതിയിട്ട് ഈ സൂറത്ത് ഓതിക്കോ, ദുആ ചെയ്തോ, കിട്ടിക്കോളും. 6ാമതായി പൈശാചികമായ ഉപദ്രവം, അല്ലെ, സിഹർ, കണ്ണേറ്, കരിനാക്ക്, കൈവശം, കള്ളക്കേസ്, മനുഷ്യന്റെ ഉപദ്രവം, പിശാചിന്റെ ഉപദ്രവം, ജിന്നിന്റെ ഉപദ്രവം, ഇതൊക്കെ ഉണ്ട്. ഉസ്താദേ എന്ത് ചെയ്യും? സൂറത്തുൽ ഫത്ഹ് ഓതുന്ന സമയത്ത് തുടക്കം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ വിട്ടുപോകരുതേ. അഊദു ഓതണേ. അവസാനം ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ സ്വദഖല്ലാഹുൽ അലീം എന്ന് ചുരുങ്ങിയതെങ്കിലും അങ്ങനെ പറയണേ. കാരണം ഈ പറഞ്ഞ സൂറത്ത് മുഴുവനും ഇത് അള്ളാഹു വാസ്തവമാക്കിയതാണ്, അള്ളാഹുവിൻ്റെ സത്യമായ കലാമാണ്. സ്വദഖല്ലാഹുൽ അലീം നമ്മൾ പറയാറുണ്ട്, അത് പറയാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതാണ്, അത് പറയണം. പിന്നെ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാതെ ഖുർആൻ ഓതരുത്. അത് നിർബന്ധമായ കാര്യമല്ലെങ്കിലും അത് വളരെ ശക്തിമത്തായ സുന്നത്താണ്. 7ാമത്തേത്, ഈ സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തെ ആയത്ത് 29 ആയത്താണ് ഈ സൂറത്തുൽ ഫത്ഹിനുള്ളത്. 29ാമത്തെ ആയത്ത് ഏതാണ്? ആയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്തുൽ ഫത്ഹിന്റെ 29ാമത്തേതും അവസാനത്തേതുമായ ആ ആയത്ത് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓതിക്കഴിഞ്ഞാൽ, സൂറത്തുൽ ഫത്ഹ് ഓതുന്നുണ്ട്, അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഈ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ആ ആയത്ത്, അത് ഒറ്റ ആയത്താണ്. അതിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, നബി തങ്ങളുടെ കൂടെയുള്ള 100,000-ലധികം വരുന്ന സ്വഹാബിമാർ, ആ സ്വഹാബിമാരുടെയൊക്കെ ഗുണങ്ങൾ, അവര് ഈ ദീനിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, നബിതങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഈ പരിശുദ്ധമായ ഈ ഒരു മതത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങൾ, അതൊക്കെ അനുസ്മരിക്കുന്ന വല്ലാത്തൊരു മൗലൂദ് തന്നെയാണത്. ഒരു മൗലിദ് തന്നെയാണ് ആ ഒരു ആയത്ത് എന്ന് പറയാം. നബിതങ്ങളെ പുകഴ്ത്തി പറയുന്നുണ്ട്, സ്വഹാബിമാരെ പുകഴ്ത്തി പറയുന്നുണ്ട്. അവരെന്താണ്? ഈ ദീനിന്റെ കരുത്തരായ ആളുകളാണ്. അതൊക്കെയാണ് ആ ആയത്തിൽ പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്, സ്വഹാബിമാരുടെ മദ്ഹാണ് അല്ലാഹു തആല ആ ഒരൊറ്റ ആയത്തിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനും മുത്ത് റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനും ഈ ആയത്ത് ഓതിക്കോ. ഈ ആയത്ത് ഇങ്ങനെ നിത്യമായി ഓതിക്കോ. ഒരുപാട് നേട്ടം ആ ആയത്തിന് മാത്രം മഹത്തുക്കൾ പറയുന്നുണ്ട്. 8ാമത്തേത്, ഒരുപാട് പേര് വിഷമത്തിലാണ്. ഉസ്താദേ രോഗമാണ്, അല്ലെ, ക്യാൻസറാണ്, ബ്രെയിൻ ട്യൂമറാണ്, ആ രോഗമാണ്, ഈ രോഗമാണ്, കടങ്ങൾ മാറാൻ ജപ്തി വന്നിട്ടുണ്ട് ഉസ്താദെ, എന്ത് ചെയ്യുമെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, ലോൺ അടക്കാൻ ഒരു നിവൃത്തിയുമില്ല ഉസ്താദ്, എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ തന്നെ എന്താണ്, ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്, വീടും സ്ഥലമൊക്കെ ഒന്ന് വിറ്റുപോകാനുണ്ട്, അതുപോലെ മക്കളുടെ സ്വഭാവം നന്നാവണം, ലഹരിക്കടിമയാണ്, പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ ഒന്ന് മാറണം, കടങ്ങൾ മാറണം. ചില ആളുകൾ വീട് പണിയുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും ആവാത്ത ആളുകളുണ്ട്. കാരണം ഇപ്പോൾ വാടകക്കാണ് താമസിക്കുന്നത്, ആ വാടക തന്നെ കൊടുക്കാനില്ല, പിന്നെയല്ല സ്വന്തമായിട്ടൊരു വീട്, അങ്ങനെ പോലും ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഈ സൂറത്തുൽ ഫത്ഹ് എന്തെല്ലാം മനസ്സിൽ നമ്മുടെ പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അതൊക്കെ മാറി നമുക്ക് ഖൈറുണ്ടാവണമെന്ന് മനസ്സിൽ കരുതിയിട്ട് എൻ്റെ ഉമ്മമാരെ 21 ദിവസം നിങ്ങൾ സൂറത്തുൽ ഫത്ഹ് ഓതിക്കോ. ഓതിയിട്ട് നിങ്ങൾ ദുആ ചെയ്തോ. ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ നല്ല അദബുകൾ പാലിച്ച് ഓതിക്കോ. ഓതിയിട്ട് ദുആ ചെയ്തോ. അള്ളാഹു നിങ്ങൾക്ക് ഖൈർ എന്താണോ അത് അടുപ്പിച്ചു തരുന്നതാണ്. 9ാമത്തേത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്ത്? നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ രാത്രി, നബിതങ്ങൾ സുബഹിയുടെ സമയത്താണ് പറയുന്നത്, ഈ രാത്രി എനിക്ക് ഒരു സൂറത്ത് അവതരിച്ചു സ്വഹാബത്തെ, ഈ ദുന്യാവും അതിലുള്ള സർവ്വ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്ക് വലിയ ഇഷ്ടം ഈ സൂറത്ത് ഇങ്ങനെ ഓതലാണ്. അതേത് സൂറത്താണെന്നറിയോ? അത് സൂറത്തുൽ ഫത്ഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതാൻ ഇഷ്ടം, നബിക്ക് എന്താണ് ഇറങ്ങിയപ്പോൾ വലിയ സന്തോഷമായ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഖവാസുൽ ഖുർആൻ എന്ന കിതാബിൽ ഈ ഒരു സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടം പറയുന്നു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ച നേട്ടം, അതുപോലെ തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാനും, ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാനും, നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടാനും, നബിതങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനും, അതുപോലെ ഭൗതികമായ പാരത്രികമായ എല്ലാ നന്മകളും കിട്ടാനും ഈ സൂറത്ത് ഓതൽ നിത്യമാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പറഞ്ഞത് കിട്ടുമെന്നാണ്.
10ാമത്തെ നേട്ടം പറയുന്നു, ഖവാസുൽ ഖുർആൻ എന്ന കിതാബിൽ കാണാം, ദുർബലനായ ആളിത് ഓതിയാൽ അവൻ ശക്തിയുള്ളവനായി മാറും, കവിയാകും. നിന്ദ്യനായ ആൾ ഓതിയാൽ അവൻ ശ്രേഷ്ഠനാകും. രോഗിയായ ആൾ ഓതിയാൽ അവൻ ആരോഗ്യവാനാകും. പരാജയപ്പെട്ടവൻ ഓതിയാൽ വിജയിയാകും. പ്രതിസന്ധിയിലായ പ്രയാസത്തിൽപ്പെട്ടവൻ ഓതിയാൽ അവൻ്റെ പ്രയാസങ്ങൾ മാറും. കടക്കാരൻ ഓതിയാൽ അവൻ്റെ കടങ്ങൾ മാറും. ജയിലിൽ ആയവൻ ഓതിയാൽ അവനിക്ക് മോചനം കിട്ടും. ദാരിദ്ര്യമുള്ളവൻ ഓതിയാൽ അവൻ സമ്പന്നനാകും. അതായത് എന്ത് പ്രശ്നത്തിന് വേണ്ടിയാണ് നമ്മൾ ഓതുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് നന്മ എന്താണോ അത് നമുക്ക് കിട്ടുമെന്നാണ്. 11ാമത്തെ നേട്ടം വീണ്ടും ഖവാസുൽ ഖുർആൻ എന്ന കിതാബിൽ കാണാം, ഈ സൂറത്ത് ഓതുകയും സൂറത്തുൽ ഫതഹ് ഓതി നല്ല അദബോടെ ഈ സൂറത്തുൽ ഫതഹ് ഓതി അത് കഴിഞ്ഞിട്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഇത് ഒരു 11 നേട്ടമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇനിയും ഒരുപാട് നേട്ടങ്ങളുണ്ട്, മറ്റൊരവസരത്തിൽ പറയാം. അല്ലാഹു തആല ഈ സൂറത്ത് നിത്യമായി ഓതുന്ന, കൃത്യമായി ഓതുന്നവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ട നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത് സ്ഥിരമായി ഓതുന്ന ഉമ്മമാരുണ്ട്, അവർക്ക് അല്ലാഹു എല്ലാവിധ നേട്ടങ്ങളും ഈ പറയപ്പെട്ടതും അല്ലാത്തതുമായ മുഴുവൻ നേട്ടങ്ങളും അല്ലാഹു കൊടുക്കട്ടെ. ഓതാത്തവർക്ക് ഇത് ഓതാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. ഇത് ഓതുമ്പോൾ എന്തൊക്കെ ശ്രേഷ്ഠതയുണ്ടോ അത് മുഴുവനും അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദ്വാരക്കുന്നുണ്ട്. നിങ്ങൾ നമുക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുക, നമ്മൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. അല്ലാഹു നമ്മുടെ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.